ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതമുണ്ട് കേട്ടോ. ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ നാളായി, സെയിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് കേട്ടോ വീഡിയോസൊന്നും ഇടാതിരുന്നത്. ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഇടുന്നുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, നമ്മൾ സെയിലിന് ഇന്നത്തെ വീഡിയോ ഒരു സെയിൽ വീഡിയോ ആണ്. ഇനിയും സെയിൽ ചെയ്യാതിരുന്നാൽ നമ്മൾ സെയിലിനാക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്ന പ്ലാന്റ്സുകളൊക്കെ കവറിനകത്ത് തന്നെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ വലിയ ചട്ടിയിലോട്ടോ തറയിലോട്ടോ ഒക്കെ മാറ്റി നട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനകത്തിരുന്ന് പുരടിച്ച് പോകും കേട്ടോ. അതുകൊണ്ടിട്ടാണ് നമ്മളിപ്പം വീണ്ടും നല്ല രീതിയിൽ സുഖമായില്ലെങ്കിലും സെയിൽ വീഡിയോ അങ്ങ് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ DTDC വഴിയാണ് നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നത്. പിന്നെ സ്പീഡ് പോസ്റ്റൊന്നും ഇപ്പോൾ അവൈലബിൾ അല്ല. ഓർഡർ തന്ന് 7 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ അല്ലെങ്കിൽ 10 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് പ്ലാന്റ്സ് നമ്മൾ ഉറപ്പായിട്ടും അയച്ചിരിക്കും. പിന്നെ അയക്കുമ്പോൾ ട്രാക്കിംഗ് ID നമ്മൾ എന്തായാലും അയക്കും. ട്രാക്കിംഗ് ID കയ്യിൽ കിട്ടിയതിന് ശേഷം 2 ദിവസത്തിനകം പ്ലാന്റ്സ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോ ഒരുപാട് വലിയ വിലയുടെ പ്ലാന്റ്സ് ഒന്നും അല്ല. അറിയാലോ, നമ്മുടെ വീട്ടിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്ന ചെടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് റേറ്റ് കുറച്ചിട്ട് കൊടുക്കാൻ പറ്റും. നമ്മൾ പുറത്തുനിന്ന് എടുത്ത് കൊണ്ടുവരുന്ന ചെടികളാണെങ്കിൽ കുറച്ച് എന്താ പറയുക, നല്ല റേറ്റിനൊക്കെ നമുക്ക് കൊടുക്കേണ്ടി വരും കേട്ടോ. എന്നാലും വലിയ വിലയൊന്നുമില്ല, കുറച്ച് വില മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനൊരു ചെറിയൊരു ഗാർഡനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ പൂക്കളാണ് നിങ്ങൾ കണ്ടത്. ഇനി നമുക്ക് സെയിലിനായിട്ടുള്ള പ്ലാന്റ്സൊക്കെ ഒന്ന് കാണാം കേട്ടോ. ഇത് നല്ല അടിപൊളി ഭംഗിയിൽ നിൽക്കുന്ന ഒരു ചുവപ്പ് ജമന്തിയാണ് കേട്ടോ. ചുവപ്പ് ഓറഞ്ചും കൂടെ മിക്സ് ആയിട്ടുള്ളതാണ്. നല്ല ഭംഗിയാണ് കേട്ടോ, നേരിട്ട് കാണാനായിട്ട് അടിപൊളി ഭംഗിയാണ്. അപ്പോൾ ഇതിൻ്റെ തൈകളായിട്ടില്ല, തൈകളാവുമ്പോൾ ഞാൻ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക, ഇത് യെസ്റ്റർഡേ ടുഡേ ടുമാറോ, ഇതിപ്പോൾ ഈ ഗാർഡനിൽ നിൽക്കുന്ന പൂക്കളാണ് ഇങ്ങനെ കാണിച്ചേട്ടോ. ഇതാണ് സെയിൽ വീഡിയോയ്ക്കുള്ള പ്ലാന്റ്സുകൾ, അല്ല സെയിലിനായിട്ടുള്ള പ്ലാന്റ്സുകൾ കേട്ടോ. അപ്പോൾ ഇത് ഓൺ റൂട്ടഡ് ആണ്, നല്ല മണമുള്ളതാണ് കേട്ടോ. വലിയ പൂക്കളല്ല, കുഞ്ഞു കുഞ്ഞു പൂക്കളാണ്. കമ്മൽ റോസ് ഉണ്ട്, പിന്നെ ഈ റെഡ് കളറിലൊരു ഫ്ലവർ ഉണ്ട്, പിന്നെ യെല്ലോ കളറും ഉണ്ട് കേട്ടോ. നാടൻ യെല്ലോ റോസയും ഉണ്ട്. ഇത് മൂന്നും ഓൺ റൂട്ടഡ് ആണ്. അപ്പോൾ 80 രൂപയാണ് കേട്ടോ. ഇത് യെല്ലോ കളറാണ് കേട്ടോ, വിരിഞ്ഞ് കുറച്ച് ദിവസം ആയതാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വൈറ്റ് കണക്ക് തോന്നുന്നത്. പക്ഷേ ഒരു യെല്ലോ കളറാണ് കേട്ടോ. ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ 80 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ അയക്കുന്നത്. പിന്നെ ഈ കാണിക്കുന്നത് 100 രൂപയുടെ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് ബട്ടൺ റോസ് ഉണ്ട്, പേപ്പർ റോസും ഉണ്ട്. അതും 100 രൂപയാണ് റേറ്റ് വരുന്നത്. അതും ഓൺ റൂട്ടഡ് ആണ് കേട്ടോ. ബഡ് ചെയ്തതല്ല, ഓൺ റൂട്ടഡ് ആയിട്ടുള്ള റോസാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടുകയും ചെയ്യും. മണ്ണും ചാണകപ്പൊടിയൊക്കെ ആക്കി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൂക്കളൊക്കെ ആയി വരും. ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്, അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് നമ്മൾ അയക്കുന്നത്. ഇതും 100 രൂപയാണ് കേട്ടോ ഈ ബട്ടൺ റോസ്. ഇതും കുറച്ച് വലിയ റോസയാണ്, അതുകൊണ്ടിട്ടാണ് ആ ഒരു റേറ്റ് വരുന്നത്. പ്ലാന്റ്സിൻ്റെ വലിപ്പം അനുസരിച്ചാണ് റേറ്റിൻ്റെ വ്യത്യാസം വരുന്നത് കേട്ടോ. പിന്നെ ഈ നിക്കോഡിയ അറിയാലോ, നിക്കോഡിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്, അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റാണ്. ഇതിന് 200 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ നല്ല ഇഷ്ടം പോലെ മൊട്ടുകളൊക്കെ ഉണ്ട്, നല്ല ഭംഗിയാണ്. നിറയെ പൂക്കൾ ഉണ്ടാകുമ്പോൾ കാണാനായിട്ട്. ആഷ് കളറിലെ ലീഫും അതുപോലെ തന്നെ ലൈറ്റ് പർപ്പിൾ കളറിലെ ഫ്ലവറുമായിട്ട്. പിന്നെ ഈ കാണിക്കുന്നത് നമ്മുടെ എന്താ പറയുക, ബൊഹീനി ആയിരുന്നു. അതിന് 300 രൂപയാണ്. നല്ല വലിപ്പമുള്ള പ്ലാന്റാണ് കേട്ടോ. 300 രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ ഈ കാണിക്കുന്നത് മെക്സിക്കൻ ഫ്ലെയിം വൈനാണ് കേട്ടോ. നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാകുന്നുണ്ട്. ചെറുതിലേ തന്നെ പൂക്കളൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റാണ് നമ്മൾ അയക്കുന്നത്. 50 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ, 50. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഏത് പ്ലാന്റാണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. പിന്നെ ഈ കാണിക്കുന്നത് വെരിഗേറ്റഡ് ആയിട്ടുള്ള ബ്ലീഡിങ് ഹാർട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് 80 രൂപയാണ്. അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റാണ്. ഇതൊക്കെ നമ്മൾ പുറത്തുനിന്ന് എടുത്ത ചെടികളായതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു റേറ്റ് വരുന്നത്. അപ്പോൾ നല്ല ഭംഗിയിൽ പൂക്കൾ ഇല്ലെങ്കിൽ പോലും ലീഫ് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഇത് റോസ്മേരി പ്ലാന്റ് ആണ് കേട്ടോ. ഇത് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റാണ്. 100 രൂപയാണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്.
റോസ്മേരി പ്ലാന്റ് എല്ലാവരും ഒരു വീട്ടിൽ ഒരു പ്ലാന്റെങ്കിലും വെച്ച് പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നല്ല മെഡിസിനൽ വാല്യൂ ഉള്ളൊരു പ്ലാന്റാണ് കേട്ടോ. പിന്നെ ഇത് പാർവതി ചെടിയാണ് കേട്ടോ. പർപ്പിൾ കളറിലെ ഫ്ലവർ ഉണ്ടാവുന്നതാണ്. ഇതിന് 30 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. ഇതൊക്കെ നമ്മളിവിടെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത ചെടികളാണ്. അതുകൊണ്ടാണ് ഈ ഒരു റേറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ പ്ലാന്റ് സൈസ് ഇതാണ്. പിന്നെ ഈ കാണിക്കുന്നത് ബൊലീവിയൻ സൺസെറ്റ് എന്ന് പറയും കേട്ടോ. ഇങ്ങനെ തീയുടെ കളറിലാണ് ഇതിൻ്റെ ഈ ഫ്ലവർ ഇങ്ങനെ ഉണ്ടാവുന്നത്. നല്ല വിരിയൊന്നുമില്ല, നിറയെ ഉണ്ടായി നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതിൻ്റെ വലിയ പ്ലാന്റിന് 80 രൂപയും ചെറിയ പ്ലാന്റിന് 40 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. അപ്പോൾ നല്ല ഭംഗിയിൽ പൂക്കളുണ്ടായി നിൽക്കുന്ന അടിപൊളി പ്ലാന്റുകൾ തന്നെയാണ് നമ്മൾ സെയിലിന് കൊണ്ടുവന്നേക്കുന്നത്. 80 രൂപയും 40 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. വലുതിന് 80, ചെറുതിന് 40. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പ്ലാന്റിൻ്റെ വലിപ്പ ചെറുപ്പം അനുസരിച്ചാണ് റേറ്റിലും വ്യത്യാസം നമ്മൾ വരുത്തിയിട്ടുള്ളത്. അപ്പോൾ വലിയ പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നല്ല രീതിയിൽ വലിപ്പമുള്ള പ്ലാന്റുകളാണ്. പിന്നെ ഈ കാണിക്കുന്നത് ലെജസ്ട്രോമിയാണ് കേട്ടോ. ലെജസ്ട്രോമിയ പിങ്കാണ് ഇപ്പം നമ്മുടെ കയ്യിൽ സെയിലിനുള്ളത്. 50 രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. എല്ലാ പ്ലാന്റ്സിൻ്റെയും ഫ്ലവർ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഓർഡർ ചെയ്യുക കേട്ടോ. നല്ല റൂട്ടൊക്കെ നല്ല രീതിയിൽ വന്ന പ്ലാന്റാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. 50 രൂപയാണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ്. ഇത് നമുക്ക് വലിയ മരമായിട്ടും അതുപോലെ തന്നെ ചട്ടിയിൽ ബുഷിയായിട്ടും ഒക്കെ നിർത്തി വളർത്താൻ പറ്റുന്നതാണ്. പിന്നെ കാണിക്കുന്നത് ഓറഞ്ച് ടെക്കോമ ആണ് കേട്ടോ. ഓറഞ്ച് എന്ന് പറയുമ്പോൾ ശരിക്കും നല്ല ഓറഞ്ച് കളറിലാണ് ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുന്നത്. ഞാൻ ഫ്ലവർ സൈഡിൽ കാണിക്കാം. ഇതും 50 രൂപ തന്നെയാണ് റേറ്റ് വരുന്നത്. ഇതാണ് അതിൻ്റെ ഫ്ലവർ കേട്ടോ. ചട്ടിയിലൊക്കെ ഒതുക്കി വളർത്തി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. നിറയെ പൂക്കളുണ്ടാവും. ഏത് കാലാവസ്ഥയിലും പൂക്കളുണ്ടാവുന്ന ചെടിയാണ്. നല്ല രീതിയിൽ വെയിൽ കിട്ടിയാൽ ഇഷ്ടം പോലെ പൂക്കളുണ്ടാവും. പിന്നെ ഈ കാണിക്കുന്നത് യെല്ലോ ജാസ്മിൻ ആണ് കേട്ടോ. യെല്ലോ ജാസ്മിൻ്റെ പ്ലാന്റ് ഇപ്പോൾ നമുക്ക് അത്യാവശ്യം വലിപ്പമൊക്കെ വെച്ചിട്ടുള്ള വള്ളിയൊക്കെ വീശി വരുന്ന പ്ലാന്റുകൾ നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിനുണ്ട്. 80 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. എനിക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക കേട്ടോ. കഴിവതും മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കുക. കോൾ വിളിക്കുന്നത് കഴിവതും ഒഴിവാക്കുക കേട്ടോ. കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നതാണല്ലോ. പിന്നെ ഈ കാണിക്കുന്നത് ക്യാഷ് ഗ്ലോ ആണ്. ക്യാഷ് ഗ്ലോവിൻ്റെ 60 രൂപയുടെ പ്ലാന്റാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ഗാർഡനിൽ ഇതിൻ്റെ വലിയ പ്ലാന്റും ഉണ്ട്. 350 രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പറയാം. പിന്നെ ഈ കാണിക്കുന്നത് പീച്ച് കളറിലെ കനകാംബരമാണ് കേട്ടോ. നിറയെ പൂക്കളുണ്ടാവുന്നതാണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട്. നല്ല രീതിയിൽ പൂക്കളുണ്ടാവുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഫ്ലവർ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ ഗാർഡനിൽ വിരിഞ്ഞ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് 50 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ വാട്സപ്പിൽ. അപ്പോൾ നല്ല രീതിയിൽ ഫ്ലവർ ഒക്കെ വന്ന് തുടങ്ങിയിട്ടുള്ള പ്ലാന്റ്സുകളാണ്. 50 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക കേട്ടോ. പിന്നെ ഈ കാണിക്കുന്നത് ഗാർഡലേറിയ ആണ് കേട്ടോ. ഇത് സിംഗിൾ പെറ്റലിൻ്റെതാണ്. ഇഷ്ടം പോലെ പൂക്കളുണ്ടാകുന്നതാണ്. ഇത് 40 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പ്ലാന്റ് സൈസ് ഈ കാണിക്കുന്നതൊക്കെ തന്നെയാണ്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക കേട്ടോ. നല്ല ഭംഗിയാണ്. നല്ല വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല കളറാവും കേട്ടോ ഈ ഫ്ലവറിന്. അപ്പോൾ നല്ല ഭംഗിയിൽ പൂക്കളുണ്ടാവുന്ന മനോഹരമായിട്ടുള്ളൊരു ചെടിയാണ് ഗാർഡലേറിയ. ഇതിൻ്റെ കട്ടിങ്സ് വെച്ചിട്ട് നമുക്ക് പുതിയ തൈകളാക്കി എടുക്കാൻ പറ്റും കേട്ടോ. പുതിയ ചെടികളൊക്കെ ആക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ പ്ലാന്റ് സൈസ് ഇതൊക്കെ തന്നെയാണ്. ഫ്ലവർ ആയതുണ്ട്, മൊട്ട് വരുന്നതുണ്ട്, മൊട്ടാവാറായതുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഈ കാണിക്കുന്ന ബൊഹീനിയ കോക്കീനിയ എന്ന് പറയുന്ന പ്ലാന്റാണ്. ഇത് നേരത്തെ ഒന്ന് പെട്ടെന്ന് ഓട്ടിച്ചൊന്ന് പോയതേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് പ്ലാന്റ് സൈസ്. നല്ല വലിപ്പമുള്ള ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ടുള്ള പ്ലാന്റാണ്. ഫ്ലവർ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. 300 രൂപയാവും കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. നല്ല രീതിയിൽ പൂക്കളുണ്ടാകുന്നതാണ്. പൂ വിരിഞ്ഞാൽ 6 മാസത്തോളം വാടാതെയൊക്കെ നിൽക്കുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. 3 കളറിലെ പൂക്കളായിരിക്കും ഉണ്ടാവുന്നത്. ഓറഞ്ചും യെല്ലോയും റെഡും ഒക്കെ ആയിട്ടുള്ള. അപ്പോൾ അത് ഇവിടെ നിൽക്കുന്നതിൽ മൊട്ടുകളൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. ഒരെണ്ണം ഞാനെടുത്ത് വലിയ ചട്ടിയിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടി കൂടിയാണ്. നനവെന്ന് പറയുന്നത് ചട്ടിയിൽ മണ്ണിൻ്റെ നനവ് നോക്കിയിട്ട് നമ്മൾ നനച്ചു കൊടുത്താൽ മതിയാവും. നല്ല രീതിയിൽ വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് ഈ ബൊഹീനിയ എന്ന് പറയുന്നത്. പിന്നെ ഈ കാണിക്കുന്ന ചെടിയുടെ പേര് എനിക്കറിയത്തില്ല, പക്ഷേ നല്ല മണമുള്ള പൂക്കളാണ്.
താണ്ട് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫ്ലവർ കേട്ടോ. നിറയെ പൂക്കളുണ്ടാവുന്നതാണ്. ഇതൊക്കെ പെട്ടെന്ന് തന്നെ പൂക്കളായി തുടങ്ങുന്ന പ്ലാന്റുകളാണ്. അപ്പോൾ അതിൻ്റെ വലിപ്പമുള്ള പ്ലാന്റുകൾ നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിനുണ്ട്. 50 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഈ കണ്ട പ്ലാന്റ്സിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക. അപ്പോൾ നല്ല രീതിയിൽ പൂക്കളുണ്ടായി നിൽക്കുന്ന അടിപൊളി പൂക്കളാവാറായ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. DTDC വഴിയാണ് സെയിൽ ചെയ്യുന്നത്. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഇതാണ് കേട്ടോ പീച്ച് കളർ കനകാംബരം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സെയിലിനായിട്ട് നമ്മുടെ കയ്യിലുള്ള തൈകൾ, അതിൻ്റെ ഫ്ലവറാണ് കേട്ടോ ഇത്. നിറയെ ഉണ്ടാവും കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അത്രയും ഒരു ഭംഗി ക്യാമറയിൽ ഇതിൻ്റെ ഫോൾഡ് എടുത്തപ്പോൾ കിട്ടിയില്ല എന്നേ ഉള്ളൂ കേട്ടോ. നേരിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയാണ്, ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ കാണാൻ. അപ്പോൾ ഇതിൻ്റെ തൈകളാണ് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് വെച്ചേക്കുന്നത് കേട്ടോ.